കണ്ണില് മാരകമായി പരിക്ക് പറ്റിയ ബംഗൂളിനിപ്പം പ്രേതത്തെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ പ്രേതത്തെ നോക്കുമ്പം അവളെക്കുറിച്ചും ബംഗൂളിന് അറിയാൻ പറ്റും. ഈ കഴിവാണ് ഹെസ്തലിനുള്ളത്. അവക്ക് പ്രേതങ്ങളെ കാണാനും അവരെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റും. ഇനിയാണ് ആരാണ് റിയോങ്ങും സിവോണും എന്നൊക്കെ നമ്മളെ കാണിക്കുന്നത്. റിയോങ്ങും സിവോണും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. സിവോണിന്റെ അമ്മ ഒരു മന്ത്രവാദിനിയാണ്. അതുകൊണ്ട് സിവോണിന് അവളുടെ അമ്മയെ ഒട്ടും ഇഷ്ടമില്ല. സിവോൺ താമസിക്കുന്നത് അവളുടെ അച്ഛന്റെ വർക്ക്ഷോപ്പിലുമാണ്. ചില സമയത്ത് സിവോണിന് കൂട്ടായിട്ട് റിയൂങ്ങും അവിടെ നിൽക്കാറുണ്ട്. സിവോണിന് റിയൂങ് സിവോണിന്റെ അമ്മയായിട്ട് മിണ്ടുന്നതോ അവരെ കാണാൻ പോകുന്നതോ ഒന്നും ഇഷ്ടമില്ല. റിയൂങ്ങിന് അത് അറിയാമെങ്കിലും എന്തേലും അസുഖം വന്നാൽ അവള് സിവോൺ അറിയാതെ അവളുടെ അമ്മ എപ്സോണിനെ കാണാൻ പോകാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ റിയൂങ്ങിന് കണ്ണിന് വയ്യ. അത് എപ്സോണിനെ കാണിക്കാനായിട്ട് സിയൂങ് അറിയാതെ ചെല്ലും. എപ്സോൺ മന്ത്രവാദം ചെയ്തിട്ട് അന്നേരം തന്നെ റിയൂങ്ങിന്റെ കണ്ണിലെ അസുഖം മാറ്റി കൊടുക്കും. എപ്പോഴൊക്കെ റിയൂങ് സിവോന്റെ വീട്ടിൽ പോകുമോ അന്നേരം എല്ലാം ആ വീടിനകത്ത് പൂജാമുറി അവളെ ഇങ്ങനെ മാടി വിളിക്കുന്നതായിട്ട് റിയൂങ്ങിന് തോന്നും. സിവോന്റെ അമ്മയ്ക്ക് അവരുടെ ആ മന്ത്രവാദ പാരമ്പര്യം ആർക്കെങ്കിലും കൈമാറണം. പക്ഷേ സിവോണിന് മന്ത്രവാദം എന്ന് കേട്ടാലേ ദേഷ്യം വരും. അതുകൊണ്ട് എപ്സോൺ അവരുടെ പിൻഗാമിയായിട്ട് കാണുന്നത് റിയൂങ്ങിനെയാണ്. കണ്ണ് ശരിയായ റിയൂങ് അവിടുന്ന് നേരെ പോകുന്നത് സിവോന്റെ അടുത്തേക്കാണ്. അവിടുന്ന് രണ്ടും കൂടി സ്കൂളിലേക്ക് പോകും. റിയൂങ്ങിന് സിവോന്റെ കോഡിംഗ് ക്ലബിൽ ചേരാനൊരു താല്പര്യമുണ്ട്. അതിന് കാരണം കോഡിങ്ങിനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. സിവോന്റെ കോഡിംഗ് ക്ലബിൽ റിയൂങ്ങിന്റെ ക്രഷായിട്ടുള്ള ഹാൻജിയും ഉണ്ട്. റിയൂങ്ങിന് അവന് ഒത്തിരി ഇഷ്ടമാണെങ്കിലും ആളുടെ നിഴല് കണ്ട പിന്നെ ആ പരിസരത്തേക്ക് റിയൂങ് പോകത്തില്ല. റിയൂങ്ങിന്റെ ഈ പ്രണയം സിവോണിനും അറിയാം. രണ്ടും കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് സിവോണിന്റെ അമ്മ കത്തിക്കുന്ന ആ ചന്ദനത്തിരിയുടെ മണം റിയൂങ്ങിന്റെ സ്കാർഫിൽ നിന്ന് സിവോണിന് കിട്ടുന്നത്. നീ ഇന്ന് ഞാൻ അറിയാതെ ആ സ്ത്രീയെ കാണാൻ പോയോ എന്ന് ചോദിച്ച് സിവോൺ അവളോട് വഴക്കിടും. സിവോൺ റിയൂങ്ങിനോട് ഒരിക്കലും സ്കൂളിൽ ആരോടും സിവോന്റെ അമ്മ ഒരു മന്ത്രവാദിനിയാണെന്ന കാര്യം പറയരുതെന്ന് സത്യവും ചെയ്യിച്ചിട്ടുണ്ട്. സിവോൺ ദേഷ്യപ്പെടുമ്പം ഇനി ഞാൻ ഒരിക്കലും പോകത്തില്ല, ഈ ഒരു തവണത്തെ കൂടി ക്ഷമിക്കാൻ റിയൂങ് പറയും. ഇത് സിവോൺ ഒരുപാട് കേട്ടിട്ടുള്ളതാ. ഇനി നീ അവിടെ പോയി ആ സ്ത്രീയെ കണ്ട അതോടെ നീയും ഞാനും തമ്മിൽ പിന്നെ ഒരു ബന്ധവും കാണത്തില്ലെന്ന് സിവോൺ അവൾക്ക് താക്കീതും കൊടുക്കും. സിവോണിന്റെ കോഡിംഗ് ക്ലാസ്സിലുള്ളതാണ് നാരിയുടെ ഫ്രണ്ടായിട്ടുള്ള ഹീജിനും. സ്കൂളിൽ പലരും കരുതിയിരിക്കുന്നത് മന്ത്രവാദിനി റിയൂങ്ങിന്റെ അമ്മയാണെന്നാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അവളോട് മിണ്ടാൻ പോലും അത്ര താല്പര്യമൊന്നുമില്ല. സിവോണിന്റെ നേതൃത്വത്തിൽ കോഡിംഗ് ക്ലബ്ബ് യൂത്ത് ആപ്പ് ഡെവലപ്മെന്റ് കോൺടെസ്റ്റിൽ അവരുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് പോകാനിരിക്കുകയാണ്. അതിനവർ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം. ഈ ക്ലബിൽ സിവോൺ, ഹീജിൻ, പിന്നെ ഡോങ്ജായി, റിയൂങ്ങിന്റെ ക്രഷ് ഹാൻഗി, ഇവർ 4 പേരും ഉള്ളത് കേട്ടോ. ഹാൻഗിയെ കാണുമ്പോഴൊക്കെ റിയൂങ്ങിന് ടെൻഷൻ ആവാൻ തുടങ്ങും. ഇത് ഹീജിൻ ശ്രദ്ധിക്കും. ഹാങ്കി ശ്രദ്ധിക്കുന്നത് സിവോണിനെയാണ്. നീ എന്തിനാ അവിടെ നിൽക്കുന്നേ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഹീജിൻ സിവോണിനെ മാത്രം വിളിക്കും. റിയൂങ്ങിനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ട് സിവോൺ അവരുടെ കൂടെ പോകും. ക്ലാസ് കഴിഞ്ഞതും ഒരുമിച്ച് പോകാനായിട്ട് റിയൂങ് സിവോണിന്റെ അടുത്തേക്ക് ചെല്ലും. പക്ഷെ സിവോണിന് കോഡിംഗ് ക്ലബിൽ പോകണം. അപ്പോഴേക്കും സിവോണിനെ ഹീജിൻ വന്ന് കോഡിംഗ് ക്ലബിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. റിയൂങ് തനിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് സിവോന്റെ അമ്മ വഴിയിൽ നിൽക്കുന്നത് കാണുന്നത്. അവര് കാണാതെ അവൾ ഒളിച്ചു നിൽക്കുമ്പം പ്രേതങ്ങൾക്ക് പോലും എൻ്റെ കണ്ണിപ്പെടാതെ ഒളിക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ കുഞ്ഞ് നീ ഒളിക്കുന്നതെന്നും പറഞ്ഞിട്ട് സിവോന്റെ അമ്മ റിയൂങ്ങിനെ വിളിക്കും. പോയിട്ട് ഇച്ചിരി പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് റിയൂങ് പോവുമ്പം സിവോന്റെ അമ്മ താഴെ വീഴുന്ന ശബ്ദം കേൾക്കും. അതുകൊണ്ട് റിയൂങ് അവരെ പൊക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. സിവോണും ടീമും പങ്കെടുക്കുന്ന കോഡിംഗ് മത്സരത്തിൽ ജയിച്ച രാജ്യം മൊത്തം പ്രശസ്തരാവാം. സിവോണാണ് ആപ്പ് ഉണ്ടാക്കുന്നത്. ബാക്കി 3 പേരും അവിടെ ഇരുന്ന് വർത്താനം പറച്ചിലാണ്. സിവോണിനെ ഹാങ്കിക്ക് ഇഷ്ടമാട്ടോ. അന്നേരമാണ് ഹീജിൻ ഹാങ്കിയോട് നീ സിവോണിനെ നോക്കി നടക്കുമ്പം നിന്നെ അവളുടെ ഫ്രണ്ട് റിയൂങ് നോക്കി വെള്ളം ഇറക്കുന്നത് കാണുന്നില്ലെന്ന് ചോദിക്കുന്നത്. ഹീജിൻ പറയുമ്പോഴാണ് സിവോണിന്റെ കൂടെ നടക്കുന്ന പെൺകുട്ടിയുടെ പേര് റിയൂങ് ആണെന്ന് പോലും ഹാങ്കി അറിയുന്നത്. അന്നേരം ഡോങ്ജായി നീ റിയൂങ്ങിനെ ശ്രദ്ധിക്കേണ്ട, അവളുടെ അമ്മ മന്ത്രവാദിനിയാണ്, കൂടോത്രം ചെയ്ത് നിന്നെ വശത്താക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കും. അതുകൊണ്ട് മന്ത്രവാദിനികളെയും അവരുടെ മക്കൾമാരെ പോലും നമ്മൾ അടുപ്പിക്കാൻ പാടില്ലെന്ന് ഡോങ്ജായി പറയുന്നത് കേൾക്കുമ്പം സിവോണിന് പിന്നെ അവളുടെ അമ്മയോട് വെറുപ്പ് കൂടും. അന്നേരമാണ് ഡോങ്ജായി നമുക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു ആപ്പ് ഉണ്ടാക്കിയല്ലോ എന്ന് ചോദിക്കുന്നത്. ആഗ്രഹം സാധിക്കാൻ ആപ്പിനെ കൊണ്ട് എങ്ങനെ പറ്റുമെന്ന് ഹാങ്കി ചോദിക്കുമ്പം പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതിയിട്ട് ആപ്പിനോട് ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാകത്തില്ല. എന്നിട്ട് നമ്മുടെ ആപ്പിൽ നമുക്ക് ദിവസേനയുള്ള ജാതക ഫലങ്ങളൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരിക്കത്തില്ലേ എന്ന് ചോദിക്കും. ഇതെല്ലാം കേട്ടിട്ട് സിവോണിന് ദേഷ്യം വരും. അവൾ അവിടെ നിന്നിരുന്നിട്ട് പോകും. റിയൂങ് സിവോണിന്റെ അമ്മയെ വീട്ടിലാക്കുമ്പം അവള് പൂജാമുറിയിലേക്ക് നോക്കുന്നത് കണ്ട സിവോണിന്റെ അമ്മ നീ അകത്ത് കയറി നോക്കിക്കൊള്ളാൻ പറയും. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന രൂപങ്ങൾ കണ്ടിട്ട് റിയൂങ്ങിന് അതിനോടൊരു താല്പര്യം തോന്നും. അതുകൊണ്ട് സിവോണിന്റെ അമ്മ അവൾക്ക് ഈ രൂപങ്ങളെ വെച്ച് എങ്ങനെയാണ് മന്ത്രവാദം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. രാത്രി ഒരുപാട് വൈകിട്ടും അതറിയാതെ
റിയൂങ് സിവോന്റെ അമ്മ പറയുന്നതും കേട്ടിട്ട് വീട്ടിൽ പോലും പോവാതിരിക്കുക. ഡോങ്ജായോട് ദേഷ്യപ്പെട്ടിട്ട് സിവോൺ അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് റിയൂങ് അവിടെ നിന്ന് മന്ത്രവാദം പഠിക്കുന്നതാ. ഇതോടെ സിവോണിന് പിന്നെയും ദേഷ്യം വരും. റിയൂങ് സിവോന്റെ അടുത്ത് നിന്ന് സോറി പറയുമെങ്കിലും സിവോൺ കേൾക്കത്തില്ല. ഇനി നിന്നെ എന്റെ മുൻപിൽ കാണരുതെന്നും പറഞ്ഞിട്ട് സിവോൺ ദേഷ്യപ്പെട്ടു പോകും. സിവോൺ പിണങ്ങിയോണ്ട് പിണക്കം മാറ്റാനായിട്ട് റിയൂങ് അന്ന് രാത്രി സിവോണിനൊപ്പം നിൽക്കും. കുറച്ചു കഴിയുമ്പം സിവോന്റെ ദേഷ്യമൊക്കെ മാറും. അവള് ക്ലബിൽ വെച്ച് നടന്ന കാര്യങ്ങൾ റിയൂങ്ങിനോട് പറയും. സിവോൺ മന്ത്രവാദിനിയുടെ മോളാന്ന് ആരേലും അറിഞ്ഞാൽ പിന്നെ സിവോൺ ജീവിച്ചിരിക്കത്തില്ല. അവളായിട്ട് അത് ഒരിക്കലും ആരോടും പറയത്തില്ലെന്ന് റിയൂങ് സിവോണിന് പണ്ട് തൊട്ടേ വാക്കും കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴും അവൾ പാലിക്കുന്നുണ്ട്. സിവോൺ അവളുടെ അമ്മയെ വെറുക്കാൻ കാരണം അവരുടെ മന്ത്രവാദം കൊണ്ടാണ് സിവോന്റെ അച്ഛൻ മരിച്ചത്. കുഞ്ഞുനാൾ തൊട്ട് പിള്ളേരവളെ ആ പേരും പറഞ്ഞ് കളിയാക്കുമായിരുന്നു. സിവോൺ അവരുണ്ടാക്കാൻ പോകുന്ന ആപ്പിനെ കുറിച്ചും അതിന് ഡോങ്ചായ് പറഞ്ഞ ഐഡിയയെക്കുറിച്ചും ഒക്കെ റിയൂങ്ങിനോട് പറയും. റിയൂങ്ങിനും ആ ഐഡിയ ഇഷ്ടപ്പെടും. അപ്പോഴാണ് സിവോൺ എങ്കിൽ ആദ്യം നീ നിന്റെ ആഗ്രഹം പറ, ഞാനത് വീഡിയോ ആയിട്ട് എടുക്കാം, എന്നിട്ട് പ്രാർത്ഥിക്കാം, അപ്പൊ നിന്റെ ആഗ്രഹം നടക്കുമെന്ന് നോക്കാന്ന് പറയുന്നത്. സിവോണിന് ഒത്തിരി ഇഷ്ടമുള്ള റിയൂങ് അവളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതിയിട്ട് ഹാങ്കി അവളെ പ്രേമിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറയും. സിവോൺ അത് വീഡിയോയും എടുക്കും. എന്നിട്ട് തമാശയായിട്ട് നീ കാരണം ഞാനൊരു മന്ത്രവാദിന്റെ മോളാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ സ്കൂളിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന് പറയും. എന്നാൽ സിവോൺ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് റിയൂങ്ങിനറിയാം. പിറ്റേന്ന് ക്ലാസ്സിലിരിക്കുമ്പം റിയൂങ് ആണ് ആപ്പിന് ഗിരിഗോ എന്ന് പേരിടുന്നതും അതിന്റെ ലോഗോ വരച്ച് സിയൂണിന് കൊടുക്കുന്നതും. പക്ഷെ അന്ന് പതിവില്ലാതെ 2 തവണ ഹാൻഗി റിയൂങ്ങിനെ ശ്രദ്ധിക്കുന്നതായിട്ട് റിയൂങ്ങിന് തോന്നും. എന്നാൽ സത്യത്തിൽ ഹാൻഗി നോക്കുന്നത് പിന്നാലെ വന്ന സിവോണിനെയാണ്. അതറിയാതെ റിയൂങ് സിവോണിനോട് ഹാൻഗി എന്നവളെ നോക്കിയെന്ന് പറയും. റിയൂങ്ങിന് അവനോടുള്ള ഇഷ്ടം അറിയാവുന്നതുകൊണ്ട് സിവോൺ ആണേലും മനഃപൂർവ്വം അവനെ ഒഴിവാക്കി വിടുന്നതാ. സിവോണിനെ അവൻ ശ്രദ്ധിക്കുന്ന കാര്യം അവൾ റിയൂങ്ങിനോട് പറഞ്ഞാൽ അത് റിയൂങ്ങിന് വിഷമമാവുമെന്ന് കരുതിയിട്ട് സിവോൺ പറയത്തുമില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് സിവോണിന്റെ അമ്മ കുടിച്ച് ബോധമില്ലാതെ ഒരു കടക്കാരിയുമായിട്ട് വഴക്കിടുന്നത് കാണുന്നത്. പബ്ലിക്കായിട്ട് സിവോണിന്റെ അമ്മയെ ആരും മൈൻഡ് ചെയ്യത്തില്ല, വെറുപ്പോടാ നോക്കുന്നത്. ഈ വഴക്ക് കണ്ട് സിവോൺ വിഷമിച്ച് വേഗം അവിടെ നിന്ന് ഓടിപ്പോവും. വീട്ടിലെത്തിയ റിയൂങ് ഞാൻ നീ താമസിക്കുന്നിടത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പം സിവോൺ വേണ്ട, എനിക്ക് അമ്മയോട് സംസാരിക്കണം, അതുകൊണ്ട് ഞാൻ ഇന്ന് വീട്ടിൽ നിൽക്കുമെന്ന് മെസ്സേജ് അയക്കും. ശരിക്കും സിവോൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീട്ടിൽ ചെന്നിട്ട് അവളുടെ അമ്മയുടെ പൂജാമുറി മൊത്തം അടിച്ചു തകർക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് അതിലവർ മന്ത്രവാദം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ആത്മാക്കൾ രക്ഷപ്പെടും. അടിച്ചു തകർക്കുമ്പോൾ സിവോണിന്റെ കൈ മുറിഞ്ഞായിരുന്നു. ആ രക്തം ആ പ്രതിമകളിലും പറ്റും. ഇതോടെ സിവോണിന്റെ ജീവൻ അപകടത്തിലാണെന്ന് അവിടേക്ക് വന്ന അവളുടെ അമ്മയ്ക്ക് മനസ്സിലാവും. ഇതൊന്നും അറിയാതെ സിവോൺ അവൾ താമസിക്കുന്ന വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് കോൺടെസ്റ്റിന് വേണ്ട ആപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സിവോണിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവളുടെ അമ്മ സ്വന്തം ജീവൻ പണയമായിട്ട് വെച്ചിട്ട് മന്ത്രവാദം ചെയ്യാൻ തുടങ്ങും. സിവോണിന്റെ അടുത്തേക്ക് ദുഷ്ടശക്തി വരുമെങ്കിലും സിവോണിന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അത് തിരിച്ചു പോകും. പക്ഷെ അപ്പോഴേക്കും സിവോണിന്റെ അമ്മ രക്തശബ്ദിച്ച് മരിക്കാറായിരുന്നു. സിവോൺ അമ്മയോട് സംസാരിക്കാൻ വീട്ടിൽ പോയോണ്ട് റിയോങ് അവളെ തിരക്കി രാവിലെ സിവോണിന്റെ വീട്ടിലേക്ക് ചെല്ലും. എന്നാൽ അവിടെ സിവോണിന്റെ അമ്മ രക്തത്തിൽ കുളിച്ചിട്ട് സിവോണിന്റെ യൂണിഫോമും ഫോട്ടോയും കുഴിച്ചിടുന്നത് കണ്ട് പേടിച്ച് റിയോങ് തിരികെ ഓടാൻ പോയതും അവര് റിയോങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് സിവോൺ ഇന്നലെ ദേഷ്യത്തില് അറിയാതെ ഇവിടെ തളച്ചിരിക്കുന്ന പ്രേതങ്ങളെ സ്വതന്ത്രമാക്കി അവളുടെ ജീവൻ ആപത്തിലാണ്, അതുകൊണ്ട് സിവോണിനെ രക്ഷിക്കാനായിട്ട് ഇത് അവളുടെ ബാഗിൽ വെക്കാൻ പറഞ്ഞിട്ട് ഒരു തകിട് റിയൂങ്ങിനെ ഏൽപ്പിക്കും. അവള് പോയതും സിയോന്റെ അമ്മ അവിടെ കിടന്ന് മരിക്കും. സ്കൂളിലെത്തിയ റിയൂങ് ആരും കാണാതെ തകിട് സിവോണിന്റെ ബാഗിൽ വെക്കുന്നതും കണ്ടോണ്ടാണ് സിവോണും ഹീജിനും ക്ലാസ്സിലേക്ക് വരുന്നത്. ദേഷ്യം വന്ന സിവോൺ ആ തകിട് കീറി കളഞ്ഞിട്ട് റിയൂങ്ങിന്റെ മുഖത്തടിക്കും. അന്നേരമാണ് റിയൂങ് ഓർക്കാതെ നിന്റെ അമ്മ മന്ത്രിച്ചു തന്ന തകിട, നിന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറയും. റിയൂങ്ങിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് തിരികെ കോഡിംഗ് ക്ലബിലേക്ക് വരുമ്പം ഹീജിൻ നമ്മളെല്ലാം കരുതിയ പോലെ റിയൂങ് അല്ല സിവോൺ ആണ് മന്ത്രവാദിന്റെ മോളെന്ന് പറയുന്നത് സിവോൺ കേൾക്കുന്നത്. ഇത് കേട്ട് ഡോങ്ജായി എങ്കിൽ നമുക്കിനി അവളുമായിട്ട് ഒരു കൂട്ടും വേണ്ട, നമുക്ക് ഈ ക്ലബിൽ നിന്ന് മാറാം, അവൾ ആരെയാന്ന് വെച്ചാൽ ചേർത്ത് ആപ്പ് ഉണ്ടാക്കട്ടെ എന്ന് പറയും. ആങ്കി മാത്രം ഒന്നും പറയാതെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക. ഇതെല്ലാം കേട്ടിട്ട് റിയൂങ്ങിനോട് ദേഷ്യം വന്ന സിവോൺ അവരുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഞാൻ ആപ്പ് ഉണ്ടാക്കി കണ്ടു നോക്കാൻ പറയും. അതാണ് ഗിരിഗോ ആപ്പ്. അത് ഹാങ്കിക്ക് ഇഷ്ടപ്പെടും. ഉടനെ സിവോൺ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഞാൻ മന്ത്രവാദിനിയുടെ മോള, പക്ഷേ എനിക്കിതിലൊന്നും വിശ്വാസമില്ല. എന്നാൽ ഡോങ്ജായി അല്ലേ മന്ത്രവാദം വിശ്വസിച്ചിട്ട് ഇങ്ങനൊരു ആപ്പ് ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചത്. എന്നിട്ട് അവൾ ഹാങ്കിയോട് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, ഞാൻ മന്ത്രവാദിന്റെ മോളാന്ന് അറിഞ്ഞിട്ടും ആ ഇഷ്ടം നിനക്കൊണ്ടില് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് കൂടെ നിൽക്കാവോ എന്ന് ചോദിക്കും. എന്നിട്ട് അവൾ നേരെ പോകുന്നത് ക്ലാസ്സിലേക്കാണ്. അവിടുത്തെ സ്ക്രീനിൽ റിയൂങ്ങിന്റെ വീഡിയോ പ്ലേ ആകുന്നത് കേട്ട് വിഷമിച്ച് കിടക്കുന്ന റിയൂങ് എഴുന്നേറ്റ് വിശ്വാസം വരാതെ സിവോണിനെ നോക്കും.
പെട്ടെന്ന് ആ വീഡിയോ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലും വരും. അതോടെ പിള്ളേരെല്ലാവരും റിയൂങ്ങിനെ കളിയാക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഹാൻഗി അവിടേക്ക് വരുന്നത്. എന്നിട്ട് റിയൂങ്ങിനോട് എനിക്ക് നീ ആരാന്ന് പോലും അറിയത്തില്ല, എനിക്കിഷ്ടം സിവോണിനെയാണെന്നും പറഞ്ഞിട്ട് റിയൂങ്ങിന്റെ ചെകിട്ടത്തടിക്കും. അടികൊണ്ട് റിയൂങ് അവന്റെ യൂണിഫോമിന്റെ നെയിം ടാഗ് പറിച്ചെടുക്കും. ദേഷ്യം വന്ന ഹാൻഗി ദേഹത്ത് തൊടുന്നോടിയെന്നും ചോദിച്ച് പിന്നെ അടിക്കും. സിവോൺ ആണെങ്കിൽ ഒരു ചിരിയോടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. സ്കൂളിൽ നിന്നിറങ്ങിയ റിയൂങ് സിവോൺ താമസിക്കുന്നിടത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് രണ്ട് പ്രതിമ എടുത്തിട്ട് ഒന്നില് ഹാൻഗിയുടെ നെയിം ടാഗും മറ്റേതില് സിവോണിന്റെ മുടിയും വെച്ചിട്ട് സിവോണിന്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത മന്ത്രം ചൊല്ലി അവളുടെ രക്തം പ്രതിമകളിലാക്കിയിട്ട് ആ ഗിരിഗോ ആപ്പ് തുറന്ന് സിവോണും ഹാൻഗിയും അവള് മരിക്കുന്ന പോലെ തന്നെ മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പേന കത്തിക്കൊണ്ട് സ്വയം കഴുത്തത്ത് മരിക്കും. അവളുടെ രക്തം വീണിട്ട് ആ ഫോൺ ചുമക്കും. ഈ വീഡിയോ കണ്ട ഹാൻഗി സിവോണിനെ വിളിച്ചിട്ട് ഗിരിഗോ ആപ്പ് എന്നേക്കുമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറയും. സിവോണും അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അപ്പോഴാണ് അവിടുത്തെ സ്ക്രീനിൽ മൊത്തം റിയൂങ്ങിന്റെ വീഡിയോ പ്ലേ ആകുന്നത്. സിവോൺ പോലും അറിയാതെ അവള് അവിടെ കിടക്കുന്ന ഗ്ലാസ് എടുത്തിട്ട് സ്വന്തം കഴുത്ത് മുറിക്കും. അങ്ങനെ തന്നെ ഹാൻഗിയും ചെയ്യും. അങ്ങനെ ഹാൻഗി മരിക്കും. സിവോണിന്റെ അടുത്ത് മരിച്ച റിയൂങ്ങിന്റെ ആത്മാവ് വരും. സിവോൺ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുമ്പം അവളുടെ രക്തവും ആപ്പിനകത്തേക്ക് തെറിക്കും. അതോടെ വെളുത്ത ഗിരിഗോ ആപ്പിന്റെ ലോഗോ രക്ത കളറാവും. സിവോണും മരിച്ചു. ഇതെല്ലാം ബംഗൂളിന് പ്രേതത്തെ കണ്ടപ്പോൾ മനസ്സിലായതാട്ടോ. അപ്പോഴേക്കും പൊസസ്ഡായ നാരി പുറത്തേക്ക് വരുന്ന സിയയെ ഒരു ഇരുമ്പ് കമ്പ് കൊണ്ട് അടിക്കാൻ നോക്കുമ്പം ഹാജുവിനത് തടയും. അവന്റെ കൈയൊടിയും. സിയയെ വീണ്ടും അടിക്കാൻ നാരി ഓങ്ങിയതും സിയ, നീ മനഃപൂർവ്വമല്ല ഹിയും മരിക്കാൻ ആഗ്രഹിച്ചതെന്ന് എനിക്കറിയാം, നീയും വിഷ് ചെയ്ത കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നേ, നീ പേടിക്കണ്ട, ഹാജുവിന്റെ ചേച്ചി നമ്മളെ സഹായിക്കുമെന്ന് പറയും. ഇത് കേട്ട് നാരിക്ക് സിയയുടെ സ്നേഹം മനസ്സിലാവുമ്പം അവൾ കരഞ്ഞുകൊണ്ട് മാപ്പ് പറയും. പ്രേതം അന്നേരം നാരിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അവിടേക്ക് വന്ന ബംഗൂളിന് നാരിയുടെ അടുത്ത് നിൽക്കുന്ന പ്രേതത്തെ കാണാൻ പറ്റുന്നുണ്ട്. ഉടനെ അവൻ മാന്ത്രിക കത്തി ആ പ്രേതത്തിന് നേരെ എറിയും. ഉടനെ പ്രേതം നാരിയെ വലിച്ചുകൊണ്ടാ പോകുന്നത്. നാരിയെ അവിടെ എല്ലാം നോക്കുമെങ്കിലും അവളെ കാണുന്നില്ല. അപ്പോഴാണ് സിയ ജിയൂണിനെ കാണുന്നത്. ഹാജുവിന്റെ കൈ ഒടിഞ്ഞുകൊണ്ട് ഇനിയിപ്പം അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഹാജുൻ ബംഗൂളിന്റെ കയ്യിൽ പരിക്ക് പറ്റിയോണ്ട് അയാളെ കൂടെ നിർബന്ധിച്ച് ഡോക്ടറിനെ കാണിക്കും. അപ്പോഴാണ് ബംഗൂള് കണ്ണിന് മുറിവ് പറ്റിയതോടെ അവനും ഹെസ്റ്റലിനെ പോലെ പ്രേതത്തെ കാണാനും അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഹാജുവിനോട് പറയുന്നത്. ഹെസ്റ്റലിനെ പുറത്തിറക്കിയാൽ ആക്രമിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അതെന്താന്ന് ഹെസ്റ്റലിന് അറിയത്തില്ല. ഇനിയിപ്പം ആ ശക്തിയെക്കുറിച്ച് ബംഗൂളിന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ താമസിയാതെ ഹെസ്റ്റലിന് ആ വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റും. ഇത് കേട്ട ഹാജുവിന് സന്തോഷമാവും. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയ ശേഷം അടുത്ത പ്ലാൻ റിയൂങ്ങിന്റെ വീഡിയോ എടുത്ത ഫോൺ കണ്ടുപിടിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. ആ വീഡിയോ എടുത്തിരിക്കുന്നത് സിവോൺ താമസിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ വെച്ചാണ്. അതെവിടാന്നൊരു ഏകദേശ ധാരണ ഇവർക്കുണ്ട്. ഹെസ്റ്റലിനോട് പറഞ്ഞിട്ട് ആ ഫോണുള്ള കെട്ടിടത്തിലേക്കാണ് സിയയും സംഘവും പോകുന്നത്. നാരിയും അവിടേക്ക് തന്നെ വരുന്നത്. നാരി ഇപ്പം പൊസസ്ഡാണ്. യഥാർത്ഥത്തിൽ ആളുകളെ കൊല്ലുന്നത് റിയൂങ് അല്ല, സിവോണ. നാരിയുടെ ശരീരത്തിലുള്ളതും സിവോന്റെ ആത്മാവാ. സിവോന്റെ അമ്മ മന്ത്രവാദിനിയായിരുന്നുകൊണ്ട് സിവോന്റെ രക്തത്തിനും ആ ഒരു മാന്ത്രിക ശക്തിയുണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു അത്. റിയൂങ് മന്ത്രവാദം ചെയ്തുകൊണ്ടാണ് അവൾക്ക് ഇവരെ കൊല്ലാൻ പറ്റിയത്. പക്ഷേ മന്ത്രവാദ ശക്തി പാരമ്പര്യമായി കിട്ടിയ സിവോണിന്റെ രക്തം വീണതുകൊണ്ടും മരിക്കുന്നതിന് മുമ്പ് ഈ ആപ്പ് ഉപയോഗിക്കുന്നവരെ എല്ലാവരെയും എനിക്ക് കൊല്ലണമെന്ന് സിവോൺ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് ഗിരിഗോ ആപ്പിന് ഇത്രയും ശക്തി കിട്ടിയത്. അതാണ് സിവോന്റെ ആത്മാവ് എല്ലാവരെയും കൊല്ലുന്നത്. സിയയും സംഘവും ഫോൺ അന്വേഷിച്ച് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സിവോണിന്റെ ആത്മാവ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാർ ഓടിച്ച് ഇവർ വരുന്ന കാറിലിടിപ്പിക്കും. ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും സിയയെ കൊല്ലാനായിട്ട് പോസ്റ്റിന്റെ കമ്പി കാറിന് നേരെ അയക്കുമ്പം ബംഗൂള് ഓടി വന്ന് സിയയുടെ ദേഹത്ത് അത് കൊള്ളാതിരിക്കാനായിട്ട് അതിന് തടസ്സമായിട്ട് നിൽക്കും. അതോടെ കമ്പി ബംഗൂളിന്റെ വയറിൽ കുത്തിക്കയറും. വയറിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ട ഹാജുൻ അളിയാന്നും വിളിച്ച് രക്തം പുറത്തേക്ക് വരാതിരിക്കാൻ തുണി കൊണ്ട് പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങും. ബംഗൂളിന് അപകടം പറ്റിയെന്ന് വീട്ടിലിരിക്കുന്ന ഹെസ്റ്റലിന് മനസ്സിലാവും. എന്നാലും ബംഗൂൾ സിയയോട് എന്തു വന്നാലും ഫോൺ കണ്ടുപിടിച്ച് നശിപ്പിക്കണം, ജിയൂണുമായിട്ട് പോയി ആ ഫോൺ കണ്ടുപിടിച്ചിട്ട് ഹെസ്റ്റലിനെ അറിയിക്കാൻ പറയും. എന്നിട്ട് അവന്റെ മാന്ത്രിക കത്തി ജിയൂണിന് കൊടുത്തിട്ട് ഇത് കയ്യിലുള്ളിടത്തോളം കാലം ഒരാത്മാവിന് നേരിട്ട് നിങ്ങളെ ആക്രമിക്കാൻ പറ്റത്തില്ല, ആ കോമ്പസിൽ നോക്കിയാൽ ദുഷ്ടശക്തികളുടെ സാന്നിധ്യം അറിയാനും പറ്റുമെന്ന് പറയും. ഈ സമയം ഹാജൂൻ എമർജൻസിയിൽ വിളിച്ചിട്ട് എൻ്റെ അളിയനൊരു ആക്സിഡന്റ് പറ്റി വേഗം വരുമോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. സിയയും ജിയൂണും ബംഗൂള് കൊടുത്ത ആ കോമ്പസ് ഉണ്ടല്ലോ, അതിന്റെ സഹായത്തോടെ സിവോൺ താമസിച്ച സ്ഥലം കണ്ടുപിടിക്കും. പക്ഷേ അവിടേക്ക് ചെല്ലാനുള്ള പാലം പൊളിഞ്ഞുകൊണ്ട് സിയ ജിയൂണിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവള് ചാടി അപ്പുറത്തെത്തും. എന്നിട്ട് അകത്തേക്ക് കയറി നോക്കുമ്പം തിരക്ക് വന്ന ഫോൺ അവിടെ ഇരിക്കുന്നത് കാണും. എന്നാൽ ഫോൺ എടുക്കാൻ നോക്കുമ്പം നാരി കത്തിയുമായിട്ട് വന്നിട്ട് അവളെ ആക്രമിക്കും.
ഇത് കണ്ട് ജിയൂൺ പണ്ട് സിയ ചാടാൻ നേരം അവനോട് പറഞ്ഞു തോർത്തിട്ട് ചാടും. ബംഗ്വൂളിന്റെ കോമ്പസ് കയ്യിലിരിക്കുന്നുണ്ട് അവന് നാരിയുടെ ഉള്ളിലുള്ള സിവോണിനെ കാണാൻ പറ്റും. അതുകൊണ്ട് ജിയോൺ സിയയെ രക്ഷിക്കാനായിട്ട് മാന്ത്രിക കത്തിവെച്ച് നാരിയുടെ വയറ്റിൽ കുത്തും. ഇതോടെ സിയ സമയം കളയാതെ ചെന്ന് ഫോൺ എടുത്തതും നാരി കരഞ്ഞുകൊണ്ട് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നീ ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയും. ഇത് കേട്ട് സിയ അവളെ എഴുന്നേൽപ്പിക്കാനായിട്ട് കൈ നീട്ടിയതും നാരി പെട്ടെന്ന് ഹെസ്തല് സിയയുടെ സുരക്ഷയ്ക്കായിട്ട് കെട്ടിക്കൊടുത്ത ചരട് സിയയുടെ കയ്യിൽ കിടപ്പുണ്ടായിരുന്നല്ലോ അത് പൊട്ടിച്ചു കളയും. ഇതോടെ ഹെസ്തലിന്റെ കയ്യിലെ ചരടും പൊട്ടും. റിയൂങ്ങിന്റെ ഫോണും തനിയെ ഓണാവും. താഴേക്ക് വീണ സിയയുടെ അടുത്തേക്ക് ജിയൂൺ ചെല്ലുമ്പം ആ തക്കത്തിന് നാരി അപ്രത്യക്ഷയാവും. അപ്പോഴേക്കും സിയയുടെ ഫോണിലേക്ക് ഹെസ്തല് വിളിക്കും. ജിയൂൺ അതെടുക്കുമ്പം സിയ അതെടുക്കരുത്, വിളിക്കുന്നത് പ്രേതമാണെന്നും പറഞ്ഞിട്ട് അവനെ തടയാൻ നോക്കും. ഹെസ്തലാണെങ്കിൽ സിയയെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ, എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് ഇവിടേക്ക് വരാൻ പറയും. ഇത് കേട്ട് ജിയൂണിന് സിയ പറയുന്നത് വിശ്വസിക്കണോ ഹെസ്തല് പറയുന്നത് വിശ്വസിക്കണോ എന്നറിയത്തില്ല. അവനുടനെ ബംഗൂളു കൊടുത്ത കോമ്പസ് സിയയ്ക്ക് നേരെ പിടിക്കുമ്പം അത് അനങ്ങുന്നത് കാണും. അതിനർത്ഥം സിയയാണ് പൊസസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കാണുന്നത് സിയ കണ്ണു തുറക്കുന്നതാണ്. അവളിപ്പോൾ സ്കൂളിലാണ്. തൊട്ടടുത്ത് ജിയൂണും ഹാജുനും നാരിയും ഉണ്ട്. എന്നാൽ നാരിയെ കണ്ട് സിയ പേടിക്കുമ്പം വിഷമം വന്ന നാരി അവളോട് സോറി പറയും. എല്ലാ പ്രശ്നങ്ങളും മാറി ഇനിയൊന്നും പേടിക്കാനില്ലെന്ന് ജിയൂണും അവളോട് പറയും. അത് കേട്ട് സിയ പെട്ടെന്ന് നമ്മളൊരു ഫോൺ എടുത്തില്ലായിരുന്നോ അതെവിടാന്ന് ചോദിക്കുമ്പം ജിയൂൺ ആ പ്രശ്നമെല്ലാം മാറി നോക്കിക്ക് ഇപ്പൊ ഗിരിയും അപ്പൂല്ല ടൈമറും ഇല്ലെന്നും പറഞ്ഞിട്ട് അവന്റെ ഫോൺ എടുത്ത് കാണിക്കും. ഹാജുനും നാരിയും അത് തന്നെ പറയുമ്പം സിയ അവളുടെ ഫോൺ എടുത്ത് നോക്കും. ശരിയാ, അവളുടെ ഫോണിൽ ഇപ്പം ഗിരിയും ആപ്പില്ല. ഇതോടെ സിയ ഹാപ്പിയാവും. ഇവരിങ്ങനെ സംസാരിച്ച് സ്കൂളിലൂടെ നടക്കുമ്പോഴാണ് സ്കൂളിൽ എന്തോ മാറ്റം ഉള്ളതുപോലെ സിയയ്ക്ക് തോന്നുന്നത്. അവൾ ഓടിച്ചെന്ന് നോക്കുമ്പം പെട്ടെന്ന് അവളുടെ കയ്യിലിരിക്കുന്ന ഫോണിലെ ഗിരിഗോ ആപ്പ് ഓണാവും. ഇതെല്ലാം സിയയെ ആ പ്രേതം ട്രിക്ക് ചെയ്യുന്നതാ. സിയയുടെ ആത്മാവിപ്പം സിവോന്റെ കൺട്രോളിലാ. ശരിക്കുള്ള സിയ ജിയൂണിനൊപ്പം ഹെസ്തലിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാറിൽ നിന്ന് സിയയും കൊണ്ട് ഹെസ്തലിന്റെ വീട്ടിലേക്ക് പോകുമ്പം സിവോണിന്റെ പ്രേതം ജിയൂണിനെയും സിയയെ ആക്രമിക്കും. എന്നാലും ജിയൂൺ അതിൽ നിന്നെല്ലാം ഒരുവിധം രക്ഷപ്പെട്ടിട്ട് സിയയും കൊണ്ട് ഹെസ്തലിന്റെ വീട്ടിലേക്ക് ചെല്ലും. വീണ്ടും ഹെസ്തല് സിയയുടെ ആത്മാവിനെ പ്രേതലോകത്ത് വിട്ടിട്ട് അവിടെയുള്ള ഫോൺ നശിപ്പിക്കാനായിട്ട് പറയും. അവിടാണ് വേറൊരു ട്വിസ്റ്റ്. റിയൂങ്ങിന്റെ ഫോണിനല്ല ശാപം കിട്ടിയിരിക്കുന്നത്, സിവോണിന്റെ ഫോണാണ് ഒറിജിനല്. സിയയ്ക്കൊപ്പം ഹെസ്തലിന്റെ ആത്മാവും പ്രേതലോകത്തേക്ക് ചെല്ലും. റിയൂങ് സിയ പറഞ്ഞതുപോലെ അവളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. അവള് സിവോൺ മരിച്ച സ്ഥലത്തേക്ക് കൈ ചൂണ്ടിയിട്ട് ഫോൺ അവിടാണെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് റിയൂങ്ങിന്റെ ആത്മാവ് സിവോണിന്റെ അടുത്ത് ചെന്നിട്ട് ഇനിയും ആരെയും ഉപദ്രവിക്കരുത്, ഇതെല്ലാം നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. പക്ഷെ അവൾ അത് കേൾക്കാതെ വീണ്ടും നാരിയുടെ രൂപത്തിൽ സിയയുടെ അടുത്തേക്ക് ചെല്ലും. സിയ ഈ സമയം കൊണ്ട് സിവോന്റെ ഫോൺ ഇരിക്കുന്ന മുറി കണ്ടുപിടിക്കുമെങ്കിലും നാരിയുടെ രൂപത്തിലുള്ള സിവോന്റെ ആത്മാവ് അവളെ കൊല്ലാൻ നോക്കും. അത് മനസ്സിലാക്കി സിയയെ തിരഞ്ഞു വന്ന ഹെസ്തലിന്റെ ആത്മാവിനെ സിവോൺ വീണ്ടും തടയാൻ ശ്രമിക്കുമ്പം നാരിയുടെ കയ്യിൽ നിന്നൊരു കുത്ത് സിയയുടെ ആത്മാവിന് കിട്ടുന്നുണ്ട്. ഇത്രയും നേരം സിയയുടെ ആത്മാവ് നാരിയെ കൂട്ടുകാരിയല്ലയോ എന്ന് കരുതി തിരിച്ചൊന്നും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ കുത്ത് കിട്ടിയതോടെ നാരിയുടെ മുഖത്തടിച്ച് സിയ ബോധം കെടുത്തിയിട്ട് നേരെ സിവോണിന്റെ ഫോൺ ഇരിക്കുന്ന മുറിയിലേക്ക് ചെല്ലും. എന്നിട്ട് ആ ഫോൺ കണ്ടുപിടിക്കും. ഹെസ്തലിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സിവോണിനെ വീണ്ടും റിയൂങ് തടയാൻ ശ്രമിക്കും. ആ ഗ്യാപ്പിന് സിവോണിന്റെ ആത്മാവിന്റെ ശരീരത്തിലേക്ക് ഹെസ്തല് മാന്ത്രിക അമ്പ് കുത്തിയിറക്കും. അതിന്റെ ഒരു ഭാഗം ഹെസ്തലിന്റെ വയറ്റിലും കുത്തിക്കയറുന്നുണ്ട്. സിവോണിന്റെ ആത്മാവിന്റെ വയറ്റിലേക്ക് അമ്പ് കുത്തിക്കയറുന്നത് കണ്ടിട്ട് റിയൂങ്ങിന്റെ ആത്മാവ് അവിടെ നിന്ന് കരയുന്നുണ്ട്. അതൊരു പാവ ആത്മാവാട്ടോ. ഹെസ്തല് അവളുടെ മാന്ത്രിക അമ്പ് കൊണ്ട് സിയയുടെ കയ്യിലെ ഫോൺ നശിപ്പിക്കാൻ നോക്കുമെങ്കിലും സിവോണിന്റെ ആത്മാവ് അമ്പിന്റെ ലക്ഷ്യം തെറ്റിക്കും. ഉടനെ സിയ ആ അമ്പെടുത്ത് ഫോണിൽ കുത്തി അത് നശിപ്പിക്കും. അതോടെ ഗിരിഗോ ആപ്പ് എന്നേക്കുമായിട്ട് ഓഫായി പോകും. അങ്ങനെ ശാപമെല്ലാം മാറി ഹെസ്തലിന്റെ സിയയുടെ ആത്മാവ് പ്രേതലോകത്തുനിന്ന് മടങ്ങി വരും. ഹോസ്പിറ്റലിലായിട്ടുള്ള ബംഗൂൾ മരിച്ചിട്ടില്ല, ആളിപ്പം ഓക്കെയാ. പക്ഷെ നാരി മരിച്ചുപോയി കേട്ടോ. ബംഗൂൾ അളിയനും ഹാജുൻ അളിയനും തമ്മിൽ ഇപ്പം നല്ല സ്നേഹത്തിലാണ്. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും ഈ സീരീസ് തീർന്നെന്ന്. ഇല്ല, പ്രേത സീരീസുകൾ അങ്ങനെ പെട്ടെന്നൊന്നും തീരത്തില്ല സുഹൃത്തുക്കളെ. ഹിയോങ്ങിന് ഈ ആപ്പ് കൊടുത്ത ഒരു കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ, മിൻസു. അവന് ഡിസ്കോഡിൽ ഒരു മെസ്സേജ് വരും. അതനുസരിച്ച് അവൻ സ്കൂളിൽ പോയി നോക്കുമ്പം അവിടുന്ന് നാരിയുടെ ഫോൺ കിട്ടും. അതിൻ്റെ ലോക്കും അവന് മെസ്സേജ് അയച്ച ആൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവൻ ആ ഫോണിലെ ഗിരിഗോ ആപ്പ് ഓൺ ചെയ്യുന്നതും കാണിച്ചാണ് ഈ സീരീസിന് കർട്ടൻ ഇടുന്നത്. ആര് പറഞ്ഞിട്ടാ മിൻസു ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ സീരീസ് നേരിട്ട് കാണണം. നല്ല അടിപൊളി ഒരു സീരീസാ. അപ്പോൾ ഈ സീരീസിൻ്റെ കഥ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് അടുത്തൊരു സിനിമയുമായി കാണാം. ടാറ്റാ.